ദൈവത്തെ ഓർത്ത് ഇങ്ങനെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിലെ കള്ളം പറയരുത്. വേണമെങ്കിൽ കുറച്ചുകൂടെ സ്വർണ്ണം അടിച്ചു മാറ്റിക്കോളൂ. ചരിത്രത്തെക്കുറിച്ച് അങ്ങനെ കള്ളം പറയരുത്. ഫ്ലാഷ് ബാക്ക്. മനസ്സിലാവും. 60കളിൽ ഒരു 2 ലക്ഷം തീർത്ഥാടകരായിരുന്നു ശബരിമലയിൽ വന്നു പോയിരുന്നത്. മഹാഭൂരിപക്ഷവും കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു. 1967 സി കെ ചന്ദ്രപ്പന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും മഹാരാഷ്ട്രയിലും അടക്കം അയ്യപ്പ ജ്യോതി പ്രയാണം നടത്താൻ തീരുമാനിക്കുകയും ഇല്ലാന്ന് ചുമ്മാ പറയാതെ ശരിയാവില്ല, എന്റെ സമയമല്ലേ. 67 സി കെ ചന്ദ്രപ്പന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അയ്യപ്പ ജ്യോതി പ്രയാണം നടത്താൻ തീരുമാനിച്ചതും ആ അയ്യപ്പ ജ്യോതി പ്രയാണത്തെ തുടർന്ന് ഇന്ന് ശബരിമലയിൽ 2 ലക്ഷം തീർത്ഥാടകർ ഒരു ദിവസം 1 ലക്ഷം തീർത്ഥാടകർ വരുന്ന ഘട്ടത്തിലേക്ക് ശബരിമലയെ ചെന്നെത്തിക്കാൻ കഴിയുന്നതിൽ ഇടതുപക്ഷ ഗവൺമെന്റ് നിയോഗിച്ച അന്നത്തെ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ ദേവസ്വം ബോർഡ് അതൊരു ചരിത്ര സത്യമാണ്. ആ ചരിത്ര സത്യത്തെ അങ്ങനെ നിരാകരിച്ചൊന്നും പോകാനാവില്ല. അത് വഴിയേ അറിഞ്ഞോളൂ. കേരള ഗവൺമെന്റ് പബ്ലിഷ് ചെയ്ത 200 വർഷം മുമ്പുള്ള ബുക്കാണ് മെമ്മോയർ ഓഫ് ദി സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ്. അതായത് 1810 അല്ലെങ്കിൽ 16കളിൽ വാർഡും കോണറും എന്ന 2 ബ്രിട്ടീഷ് സൈനികർ തിരുവിതാംകൂറിന്റെ കൊച്ചിയുടെ സെൻസസ് എടുത്തു. അവർ ജനുവരി 12 ശബരിമല വന്നു. ഞാൻ നിഷാദൻ എന്റെ പ്രസക്ത ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിൽ വാർഡും കോണറും പറയുന്നത് 200 വർഷം മുമ്പ് 10 മുതൽ 15,000 പേർ ശബരിമലയിൽ ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ നിന്ന് വന്നിരുന്നു. ഓർക്കുക, ഫ്രം ദി മോസ്റ്റ് റിമോട്ട് കോർണേഴ്സ് ഓഫ് ഇന്ത്യ. തിരുവിതാംകൂർ അല്ല, കേരളമല്ല, മദ്രാസ് പ്രസിഡൻസി അല്ല, ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ അന്ന്, അതായത് സ്റ്റീം എഞ്ചിൻ വേണ്ട രീതിയിലില്ല, കാൽനടയായിട്ടും അല്ലെങ്കിൽ കുതിരപ്പുറത്തും വണ്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ശബരിമല വന്നിരുന്നു എന്ന് ബ്രിട്ടീഷുകാർ കണക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചന്ദ്രാനന്ദ സഖാവിന് വലിയ ബഹുമാനമാണ്. ഞങ്ങളുടെ വീട്ടുകാരോടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ്. ചന്ദ്രാനന്ദ സഖാവ് അയ്യപ്പ ജ്യോതി ഉണ്ടാക്കിയതിന് ശേഷമാണ് ശബരിമല ആൾക്കാർക്ക് വന്നു എന്ന് പറഞ്ഞാൽ ചന്ദ്രാനന്ദ സഖാവിനോടും അത് പാപമാണ്, അയ്യപ്പനോടും പാപമാണ്. യഥാർത്ഥ ഹസ്കർ സാറിനോടും അതുവഴി CPM-നോടുമാണ്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിലെ കള്ളം പറയരുത്. വേണമെങ്കിൽ കുറച്ചുകൂടെ സ്വർണ്ണം അടിച്ചു മാറ്റിക്കോളൂ. ചരിത്രത്തെക്കുറിച്ച് അങ്ങനെ കള്ളം പറയരുത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു.